പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നു എന്ന വലിയ വാർത്ത വരികയാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേയുള്ളൂ. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നു. ഹിന്ദുമത പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷനെ നിയോഗിച്ച് അഭിപ്രായം കേട്ട ശേഷം നിലപാടെടുക്കണമെന്നാണ് സർക്കാർ സുപ്രീം കോടതി അറിയിച്ചത്. ഷപ്ന വിവരങ്ങൾ മറ്റുണ്ട്. ഷപ്ന, ഈ നേരത്തെ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, സർക്കാർ ഒരു സേഫ് സോണിൽ നിലപാട് അറിയിക്കുമെന്ന്. അങ്ങനെ തന്നെ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. വിവരങ്ങൾ സേതു, സംസ്ഥാന സർക്കാർ ഏതായാലും സുപ്രീം കോടതിയിൽ വിശദമായ നിലപാട് വ്യക്തമാക്കി രേഖാമൂലം തന്നെ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനോട് നേരത്തെ തന്നെ സുപ്രീം കോടതി ഈ 14-ന് തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് അല്പസമയം മുമ്പ് സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. മുൻ നിലപാടിൽ മാറ്റം വരുത്തിയാണ് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം. ഈ സത്യവാങ്മൂലത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ മാത്രം ലഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ കണ്ടന്റിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകാൻ നമുക്ക് സാധ്യമല്ല. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ഡിതന്മാർ, അതായത് ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഹിന്ദു മതവിശ്വാസികളായ അല്ലെങ്കിൽ അതിലെ പണ്ഡിതന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെട്ട ഒരു കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്, ആചാരം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ 7 ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്ന ഭരണഘടനാപരമായ 7 ചോദ്യങ്ങൾക്ക് കോടതിയിൽ സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട 7 കാര്യങ്ങളാണ് കോടതി ചോദിച്ചിരുന്നത്. വിശ്വാസ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കുന്നത് എങ്ങനെ, അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് ആർട്ടിക്കിൾ 25 പറയുന്നത്, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള 7 കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ വരാം. ഇപ്പോൾ മാത്രം ഇതിൻ്റെ ഈ കോപ്പി നമുക്ക് ഇപ്പോൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയത്. അതായത് 2007 സത്യവാങ്മൂലമാണ് നിലവിൽ മന്ത്രിയും സർക്കാരും പാർട്ടി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ എടുക്കുന്ന ഒരു കാര്യം. മതാചാര വിഷയത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സേഫ് സോൺ എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിലപാടനുസരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു സോളിഡ് വാദം സർക്കാർ കോടതിയെ അറിയിച്ചിട്ടില്ല, അല്ലേ? കൃത്യമായി സംസ്ഥാന സർക്കാർ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലല്ല വിശദീകരണം നൽകിയിട്ടുള്ളത്. അത്തരത്തിലൊരു വിശദീകരണം സംസ്ഥാന സർക്കാരിന് നൽകേണ്ടതുമില്ല. കോടതി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ മതസ്വാതന്ത്ര്യവുമായി ഭരണഘടനാപരമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയിലെ ആചാര പ്രശ്നങ്ങൾ, മറ്റൊന്ന് ഇപ്പോൾ ഞാൻ ഈ സത്യവാങ്മൂലം വായിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുള്ള ഒന്നിനും സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കില്ല. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ മതപരമായ വിശ്വാസങ്ങളും മതപരമായ ആചാരങ്ങളും സംരക്ഷിക്കും എന്ന് തന്നെ സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വായിച്ചതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം സേതു. ഷപ്ന, ഈ മറ്റൊരു കാര്യം, ഈ ദേവസ്വം ബോർഡ് നിലപാട് അറിയിച്ചിട്ടുണ്ടോ? സേതു, ദേവസ്വം ബോർഡിനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലപാട് അറിയിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ നിരവധി ആളുകൾ, ഈ ഹർജിക്കാരായ ലോയേഴ്സ് അസോസിയേഷൻ, യങ് ലോയേഴ്സ് അസോസിയേഷൻ, അതോടൊപ്പം ശബരിമല കർമ്മസമിതി, കൂടാതെ യാക്കോബായ സഭ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ ഇത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴുള്ള ഈ സത്യവാങ്മൂലം. സംസ്ഥാന സർക്കാർ ഏതായാലും മതപരമായ കാര്യങ്ങൾ, മതപരമായ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന് തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നു. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ, സ്ത്രീകളുടെ പ്രവേശനം, അതായത് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, ഈ പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കാത്തതിൻ്റെ കാരണം, ആചാരപരമായ വിശ്വാസപരമായ കാരണവും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി
ബന്ധപ്പെട്ട് നമുക്കറിയാം സംസ്ഥാന സർക്കാരിനോട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇതിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ശബരിമല വിഷയം മാത്രമല്ല സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളത്, മതപരമായ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളും സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നു. ഇതിനിടയിൽ ഒരു വിഷയമായിട്ടാണ് ശബരിമല വിഷയം വന്നത്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിനോട് ശബരിമലയിൽ നിലപാട് വ്യക്തമാക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടത്. ഈ കോടതി അതോടൊപ്പം വ്യക്തമാക്കിയിരുന്നത് ഇന്ന്, അതായത് 14-ാം തീയതി സത്യവാങ്മൂലം സമർപ്പിക്കുക, ഏപ്രിൽ 7, 8, 9 തീയതികളിൽ ഇതിൽ വാദം നടക്കും. പിന്നീട് മറുവാദം 14, 15, 16 തീയതികളിൽ നടക്കും. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനോട് കോടതി പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ 2018 സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നത് സുപ്രീം കോടതിയുടെ വിധി, അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന സുപ്രീം കോടതിയുടെ വിധി ശരിവെക്കുന്നു, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്നു എന്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം വളരെ പ്രകോപനപരമായ അല്ലെങ്കിൽ വളരെയധികം പ്രതിഷേധം കേരളത്തിലുടനീളം ഈ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും അക്രമ സംഭവങ്ങളിലേക്ക് വരെ പോവുകയും ഹർത്താലടക്കം നടക്കുകയും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് ഈ ഹർജികളിൽ പുനഃപരിശോധന വേണം, അല്ലെങ്കിൽ ഈ ഉത്തരവിൽ പുനഃപരിശോധന വേണം എന്നൊരാവശ്യം കോടതിക്ക് മുമ്പാകെ വരുന്നത്. സുപ്രീം കോടതി തന്നെ ഈ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. ഈ ഉത്തരവുകൾ പുനഃപരിശോധിച്ചാണ് കോടതി വീണ്ടും സംസ്ഥാന സർക്കാരിനോട് ഇതിൽ നിലപാട് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടത്. ഈ പുനഃപരിശോധനാ ഹർജികളുടെ കൂട്ടത്തിൽ ശബരിമല മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, അതോടൊപ്പം തന്നെ ബോറ കമ്മ്യൂണിറ്റിയിലെ മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടത്, അതോടൊപ്പം മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രശ്നം തുടങ്ങി സ്ത്രീകളുമായി ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെയുണ്ട്. ഏതായാലും ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട്, അതായത് കേരള സർക്കാരിനോട് ഇതിൽ നിലപാട് വ്യക്തമാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചാണ് ഇന്നിപ്പോൾ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇതിൽ വിശദമായ വാദങ്ങൾ ഏപ്രിലായിരിക്കും നടക്കുക. ഓക്കെ ഷബ്ന, ശരി. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. കേരളം കാര്യങ്ങൾ കോടതി അറിയിച്ചിരിക്കുന്നു, നിലപാട് പറഞ്ഞിരിക്കുന്നു. നിലവിൽ ഈ ഹിന്ദുമത പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ച് അഭിപ്രായം കേട്ട ശേഷം നിലപാടെടുക്കുമെന്നാണ് സർക്കാർ കോടതി അറിയിച്ചത്. അതായത് നിലവിലെ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. ആചാര സംരക്ഷണം, വിശ്വാസം, വിശ്വാസികൾ ഇവരെ ഒന്നും വ്രണപ്പെടുത്താതെ യു ടേൺ എടുത്തോ എന്ന് ചോദിച്ചാൽ യു ടേൺ എടുത്തു. എന്നാൽ ഒരു സേഫ് സോൺ ആണെന്ന് ചോദിച്ചാൽ ഒരു സേഫ് സോൺ ആണ്. യുവതികളെ കേറ്റണമോ കേറ്റണ്ടയോ എന്ന് പറയാതെ ഒരു നിലപാട് സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നു.